നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ പരാമർശം കൊണ്ട് അതിനുശേഷം താങ്കളുടെ വ്യക്തമായൊരു വിശദീകരണം, ഒരുപാട് ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ താങ്കളുടെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. താങ്കൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടോ പൊതുസമൂഹം അവരവരുടേതായ വെർഷൻ അവർ അവതരിപ്പിച്ചതുകൊണ്ടോ ഞാൻ വളരെ കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും അതിൽ നിലകൊള്ളുകയും വാക്ക് മാറാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് എന്നാണ് എനിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം. ഞാൻ എന്താ പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണന് രോഗം വന്ന് മരണപ്പെട്ടത് ഈ വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് ഒരു വ്യക്തി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ രോഗത്തെ കുറിച്ചാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രോഗത്തെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്താ ഇത്ര വകതിരിവില്ലാത്ത ആളാണോ? കേരളത്തിൽ എത്രയോ വ്യക്തികൾക്ക് രോഗം വരുന്നുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ അവിടെയും ഒരു സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്റെ മര്യാദ കൊണ്ടാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾ ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതായത് 2015 ഫെബ്രുവരി മാസത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിതനാകുന്നത്. 2018 വരെ ഓഗസ്റ്റ് മാസം 22 വരെ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ സമയത്ത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഹിന്ദു വിരുദ്ധത അങ്ങേയറ്റം പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നു മുഖ്യമന്ത്രിയുമായിട്ട് എന്നത് മാത്രമല്ല, എല്ലാ മനുഷ്യരും ഹൃദയത്തിൽ വെച്ചിട്ടുള്ള, അതായത് ഹിന്ദു വിശ്വാസികൾ അവരുടെ ജീവിത ധർമ്മമായിട്ട് കണ്ടിട്ടുള്ള ശബരിമല വിഷയത്തിൽ എന്തെല്ലാം നിലപാടുകളാണ് അക്കാലത്തിൽ പാർട്ടിയും ഭരണകൂടവും എടുത്തത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനും വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ഏതെങ്കിലും, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഞാനിത് പറയണ്ട എന്ന് കരുതിയതാണ്, പക്ഷെ ഞാൻ പറയുകയാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയോ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിവും പ്രാപ്തിയും കുറഞ്ഞ നേതാക്കന്മാരും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല ചുമതലകളിലും ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഒരു മകൻ, ഞാനിപ്പോ അത് പറയുകയാണ്, ഇത് മാധ്യമങ്ങളാണ് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ചത്, ഒരു മകൻ സ്ത്രീ പീഡന കേസിൽ ആ കോടതി വരാന്തകളിൽ കിടന്നൊഴുന്നു. ഒരു മകൻ കേരളത്തിൽ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല ജയിലിലായത്. ഒരു മകൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയോ ഏതൊരു രാഷ്ട്രീയക്കാരന്റെയോ കുടുംബത്തിൽ ഒരമ്മയ്ക്കും അച്ഛനും വേദനയുണ്ടാകാൻ പാടില്ലാത്ത വിധം ചർച്ച ചെയ്യപ്പെട്ട് കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ സൂചന നൽകിയത്. അതൊക്കെ എന്തുകൊണ്ടാണെന്നാണ്? ഈ സനാതന ധർമ്മത്തെ ധിക്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഒരു ദൈവ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ആംഗിളിൽ സംസാരിച്ചു. ഈ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മണിക്കൂറുകൾ ചർച്ച ചെയ്താലും ഞാൻ കരുതുന്നത് ഈശ്വരീയമായിട്ടുള്ള എന്താണ് സനാതനം? ഈശ്വരന്റെ ധർമ്മമാണ് സനാതനം. ആ ഈശ്വരീയമായ ധർമ്മത്തെ അങ്ങേയറ്റം എന്തിനാണ് അമ്പലത്തെ വിശ്വസിക്കാത്തവർ, സന്യാസിമാരെ വിശ്വസിക്കാത്തവർ, ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനാ പുസ്തകം അതൊന്ന് മറച്ചു നോക്കിയാൽ കാണാമല്ലോ അവിടെ ശ്രീരാമചന്ദ്രനെ. ആ ഭരണഘടനയുടെ പുസ്തകം കമ്മ്യൂണിസ്റ്റുകാർ മറച്ചു നോക്കിയിട്ടില്ല എന്നാണോ? മാത്രമല്ലല്ലോ, ഞാൻ അടിവരയിട്ടുകൊണ്ട് സംസാരിച്ചത് കുംഭമേളയെ അധിക്ഷേപിച്ച ബ്രിട്ടാസിനെ കുറിച്ചാണ്. ബ്രിട്ടാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാചകമല്ല നിങ്ങൾക്ക് വലുതായത്. നിങ്ങൾ ഇവിടെ പറഞ്ഞ വാചകവും നമ്മൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവിടെ എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും കടന്നു വന്നത് എന്നാണ് എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന് ഇത്തരത്തിലുള്ള വേദന മക്കളിലൂടെ ഉണ്ടാകാൻ കാരണം ദൈവിക, ഒരുപാട് ആളുകൾ കരഞ്ഞില്ലേ? എത്രയോ ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കേസുകൾ കേരളത്തിലുണ്ടായി, എത്ര ആളുകളെ ജയിലിൽ അടച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നവംബർ മാസം 17-ാം തീയതി 2018 സുരേന്ദ്രൻ ജയിലിൽ പോയില്ലേ? ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ 11 ദിവസവും 10 ദിവസവും 8 ദിവസവും ഭക്ഷണം പോലും കഴിക്കാതെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിരാഹാരം ഇരുന്നില്ലേ? എന്തെല്ലാം, എത്ര നൂറുകണക്കിന് കേസുകൾ ചാർത്തി തന്നില്ലേ? എന്നിട്ട് എന്തിനു വേണ്ടി? അതായത് അമ്പലത്തിൽ വിശ്വസിക്കുന്നവർ അമ്പലത്തിൽ പോകട്ടെ, പള്ളിയെ വിശ്വസിക്കുന്നവർ പള്ളിയിൽ പോകട്ടെ. അങ്ങനെ തീരുമാനം എടുക്കേണ്ടതിന് പകരം അമ്പലത്തിൽ പോകുന്നവന്റെ, പാവപ്പെട്ടവന്റെ പണം വേണമെന്നും ഞങ്ങൾക്ക് ദേവസ്വം വകുപ്പ് ഭരിക്കണമെന്നും ഞങ്ങൾക്ക് ഇവിടുത്തെ
അമ്പലങ്ങളിലെ കാണിക്കപ്പട്ടിയെല്ലാം വേണമെന്നും തീരുമാനമെടുക്കുന്നവർ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നു. മരിച്ചു എന്നുള്ളത് കൊണ്ട്, മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ അയവിറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ശഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധർമ്മമാണ്. ഞാൻ സൂചിപ്പിച്ചത് എനിക്കിനിയും പറയാനുണ്ട്. ഉത്തർപ്രദേശിൽ ബ്രിട്ടാസിനെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോ മാധ്യമപ്രവർത്തകർ? നിരവധി ആളുകൾ കേസുകൾ കൊടുത്തിട്ടുണ്ട്. ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിയമ നടപടിയുമായിട്ട് അത് ബ്രിട്ടാസ് പോയാൽ മതി. എനിക്കതിനെ കുറിച്ച് പറയാനില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ട കാര്യമില്ല. പിണറായി വിജയന്റെ രോഗത്തെ കുറിച്ചാണോ നിങ്ങൾ സംസാരിച്ചത് എന്ന് ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതല്ല സൂചിപ്പിച്ചത്. SFIOയുമായി ബന്ധപ്പെട്ട കേസിൽ വരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ കരുതുന്നത് ഈശ്വരനുണ്ടെങ്കിൽ, സനാതനമുണ്ടെങ്കിൽ, ധർമ്മമുണ്ടെങ്കിൽ, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വാക്കുകളായിട്ട് അതിനെ കണ്ടാൽ മതി. നിങ്ങൾക്കറിയുമോ, ശബരിമല സമയത്ത്, ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുൻപ് കേരളത്തിൽ ഒരു വലിയ മുഖ്യധാര മാധ്യമത്തിനകത്ത് ഞാൻ ചർച്ചയ്ക്ക് പോയ വ്യക്തിയാണ്. ഞാൻ എന്റെ പാർട്ടിയുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല ചർച്ചയ്ക്ക് പോയത്. അന്ന് മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റിലെ വിനു അവതാരകൻ എന്നോട് ചോദിച്ചു, ശോഭാ സുരേന്ദ്രൻ ശബരിമലയിലെ ഇത്തരത്തിൽ സ്ത്രീകൾ കയറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ടാണോ? ആ ചോദ്യത്തിന് ഞാൻ കൃത്യതയോടുകൂടി ഉത്തരം കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ. ഞാൻ പറഞ്ഞത്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ നിങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു വിശ്വാസിയാണ്. ആ വിശ്വാസിയായിട്ടുള്ള ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമീപനം ഒരു പാർട്ടി സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. കോടിയേരിയിൽ നിർത്തിയില്ല. കോടിയേരിയെ തുടർന്ന് കോടിയേരിയുടെ അരുമ ശിഷ്യന് സ്വന്തം മണ്ഡലം കൊടുത്ത് ആ ഷംസീർ ഗണപതിയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ടും നല്ല തന്മയത്വത്തോടു കൂടി തന്നെയാണ് ഈ ഹിന്ദുത്വത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. അത് ഇസ്ലാമിന്റെ പള്ളിയാകട്ടെ, അവരുടെ ആചാരമാകട്ടെ, ക്രിസ്ത്യൻ സുഹൃത്തിന്റെ പള്ളിയാകട്ടെ, ആചാരമാകട്ടെ, അവര് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ എന്റെ സ്റ്റാൻഡ് ഇത് തന്നെയായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. തെറ്റിദ്ധരിക്കപ്പെട്ടത് താങ്കൾ ഇപ്പോൾ ഈ ചാനൽ ചർച്ച, എന്റെ ചർച്ചയിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് പറഞ്ഞ പല വാക്കുകൾ ഇപ്പോൾ കോടിയേരി എത്ര വേദന അനുഭവിച്ചു അവസാന കാലത്ത്. അപ്പോൾ പിണറായി വിജയൻ നോക്കി മറ്റു മുഖ്യമന്ത്രിമാർ പല യോഗങ്ങളിൽ പോകുമ്പോൾ ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും വന്നു പോകും. ശ്രീമതി ശോഭ, കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കേൾക്കുന്നവര് ബോധ്യപ്പെട്ടോട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിച്ച വ്യക്തി എന്നുള്ള രീതിയിലല്ല, കേരളത്തിൽ വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല. എന്തിനേറെ പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള പുന്നപ്രയും വയലാറിന്റെ സ്മാരക മന്ദിരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോ അവരുടെ പഞ്ചായത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ്. എന്താ ആ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്ത ഹിന്ദു വിരുദ്ധതയുടെ പരിണിതഫലമായിട്ടാണ് ഈ പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പാർട്ടി യോഗങ്ങളിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിൽ കോടിയേരിയുടെ പേരിൽ സംസ്ഥാന സമ്മേളനത്തിന്റെയോ ജില്ലാ സമ്മേളനത്തിന്റെയോ പഞ്ചായത്ത് സമ്മേളനത്തിന്റെയോ ആ യോഗ സ്ഥലങ്ങൾക്ക് പേര് വെച്ചാൽ മാത്രം പോരല്ലോ, അതിനകത്ത് ചർച്ച ചെയ്യുന്നത് എന്താണ്? അതിനെക്കുറിച്ച് കൂടി ഒന്ന് മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ മുന്നോട്ട് പോകുന്നത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന, എന്റെ പോയിന്റ് അന്നും ശരിയാണ്, ഇന്നും ശരിയാണ്, നാളെയും ഞാൻ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ചിട്ടോ വെയിലിൽ പണിയെടുത്തിട്ടോ ഇവിടത്തെ തൊഴിലാളി വർഗത്തിലെ പാവപ്പെട്ടവന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടോ സമരം നടത്തിയിട്ടോ ഒന്നും രാജ്യസഭയിൽ കയറിയ ഒരാളാണ് ബ്രിട്ടാസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് വിക്കിലീക്സ് ബ്രിട്ടാസിനെ കുറിച്ച് ചില രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടാസ് എന്ത് ഗുണമാണ് ചെയ്തു കൊടുത്തത് എന്നതിനെ കുറിച്ച് ആ വിക്കിലീക്സിന്റെ രേഖയുമായിട്ട് പത്രസമ്മേളനം നടത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. മറ്റൊരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വനിതാ പ്രവർത്തക, പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു സിനിമാ നടിയുടെ പരാതിയാണ്. ജോൺ ബ്രിട്ടാസ് നായകനായി അഭിനയിച്ച വെള്ളി വെളിച്ചത്തിൽ ആ സിനിമയിൽ ബ്രിട്ടാസിന്റെ ഭാര്യയുടെ വേഷത്തിൽ അഭിനയിച്ച ഗീതാ പൊതുവാളിന് എന്താണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം.
അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി ഇരിക്കാനുള്ള വലിയ യോഗ്യതയൊന്നും ബ്രിട്ടാസിനില്ല എന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ, ബ്രിട്ടാസിന്റെ അബദ്ധജടിലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. ശരി, ഒരു കാര്യം കൂടി. ഇപ്പോൾ ബിനീഷ് കോടിയേരി പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് CPM ഇതിന് മറുപടി പറയട്ടെ എന്ന് പറയുന്നു. ഈ സനാതനത്തിൽ വിശ്വസിക്കാത്തവർക്കെല്ലാം ഇത്തരം മോശം അന്ത്യമുണ്ടാകുമെന്നാണോ ഉദ്ദേശിച്ചത്, അതോ RSSനെ എതിർക്കുന്നവർക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നാണോ ശോഭ ഉദ്ദേശിച്ചത് എന്നാണ് ബിനീഷിന്റെ ചോദ്യം? അല്ല, ബിനീഷ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനെ കേരളത്തിലെ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾ പോലും 7-8 വയസ്സുള്ള കുട്ടികളുടെ ക്ലാസ് മുറിക്ക് മുന്നിലേക്ക് മയക്കുമരുന്ന് ലോബി തലനീട്ടി എത്തിയിട്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രതിഭയുടെ മകൻ വരെ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ വന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം സ്വഭാവ ഗുണമുണ്ടാക്കുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ എന്നും, നല്ല ഒരാളായിട്ട് ഭാവിയിലെങ്കിലും ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരോട് ചോദിച്ചിട്ടൊന്നുമല്ല കോടിയേരിയുടെ മക്കൾ ഈ വക കലാപരിപാടികൾക്ക് പോയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഒന്നും ഞാൻ വിലമതിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് വരെ മറ്റൊരു മതമൂല്യങ്ങളെയും എതിർത്ത ഒരു വ്യക്തിയല്ല. ഞാൻ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന, ഇപ്പൊ ഞാൻ പാർലമെന്റിനകത്ത് കാണാൻ നമുക്ക് പാലാഴി മഥനം നടത്തുന്ന പടം അവിടെ പാർലമെന്റിനകത്തില്ലേ? രാമന്റെ ചിത്രങ്ങളില്ലേ? അവിടെ ഗരുഡന്റെ ചിത്രമില്ലേ? എന്താണ് നീതിന്യായ സംഹിതയ്ക്കുള്ള മുദ്രാവാക്യം അവിടെ എഴുതി വെച്ചിട്ടുള്ളത്? ഇതെല്ലാം തന്നെ സനാതന മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഇതിനെ വെല്ലുവിളിക്കാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിച്ചാൽ അത് പഞ്ചപുച്ഛമടക്കി ഇരുന്നു കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സൗകര്യമുണ്ടാകില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നന്ദി.